മതം തടയണം. വായക്കകത്തുള്ള ഉമിനീര് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ചവച്ചരച്ച് വയറ്റിലേക്ക് വിഴുകുന്ന പുണ്യജലമാ. പക്ഷെ വായക്ക് പുറത്തു വന്നാൽ അത് അസത്താണ്. അവന് കാറുണ്ട്, എനിക്ക് ബൈക്കേ ഉള്ളൂ, അപ്പൊ എനിക്ക് കാറ് വേണം. അമ്പലങ്ങൾ വളരുമ്പോ ആനുപാതികമായി പുസ്തകങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ലെങ്കിൽ ഇതിനെ കൊണ്ട് കാര്യമില്ല. രണ്ടും ഒരുമിച്ച് വളരണം. ആന്തരികമായ ധാർമ്മികതയും ബാഹ്യമായ ക്ഷേത്രങ്ങളും ഒരുമിച്ച് വളരുന്നില്ലെങ്കിൽ അതിനെ കൊണ്ട് ഭക്തി കൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഉത്സവങ്ങൾ ഗംഭീരം, ക്ഷേത്രങ്ങൾ ഗംഭീരം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇവിടെ വന്നിട്ട്. അത്ഭുതപ്പെടാൻ കാരണം ഗുരുവായൂർ അമ്പലത്തിലില്ല ഇത്രയും സ്പേസ് ചുറ്റമ്പലത്തിൽ. എന്തൊരു മനോഹരമായ ക്ഷേത്രമാണ്, എത്ര വലിപ്പമാണിതിന്. അമ്പലങ്ങളെല്ലാം ഗംഭീരമാകുന്നു, ഉത്സവങ്ങളോ അതിഗംഭീരമാകുന്നു, വിഗ്രഹങ്ങൾ ഗംഭീരമാകുന്നു, എല്ലാ വീട്ടിലും പൂജാമുറികളുണ്ട്. പക്ഷെ സംസ്കാരം വളരാത്തതെന്തേ? നന്മ വളരാത്തതെന്തേ? സ്നേഹം വളരാത്തതെന്തേ? കരുണ വളരാത്തതെന്തേ? കരുണ, ശ്രീനാരായണ ഗുരു ദൈവത്തെ വിളിച്ച ഏറ്റവും മനോഹരമായ ഒരു വാക്ക് കരുണാകര എന്നാണ്. ഒരു പീഡയുറുമ്പിനും വരാതെ വണ്ണം എന്നെ കാത്തുരക്ഷിക്കൂ കരുണാകര. കരുണയാണ് പ്രധാനം, കരുണയാണ് മനുഷ്യന്റെ പ്രത്യേകത. ആ കരുണ വളരാത്തത്, ധർമ്മം വളരാത്തത്, സ്നേഹം വളരാത്തത് എന്തേ? നമ്മുടെ കുട്ടികളെല്ലാം, നമ്മൾ പുരാണങ്ങളിൽ രാക്ഷസന്മാരെ പറ്റി കേട്ടിട്ടുണ്ട്, ചോര കുടിക്കുന്ന രാക്ഷസന്മാര്. എന്നാൽ ചോര കുടിക്കുന്ന രാക്ഷസന്മാരെക്കാൾ വലിയ രാക്ഷസന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾ ജനുവരി 1 പുതുവർഷ ആഘോഷത്തിന്റെ ഭാഗമായി DJ പാട്ട് വെച്ച് തുള്ളിയ കുട്ടികളുടെ പാട്ട് കേട്ടിട്ടുണ്ടോ? കുംഭകർണം കുടിക്കാത്ത വെള്ളം കുടിക്കാനാണ് അവർ പറഞ്ഞത്. കുംഭകർണം ചോര കുടിച്ചിട്ടുണ്ട്, പക്ഷെ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് കുടിച്ചിട്ടില്ല. ഇല്ലുമിനാട്ടി. പുതിയ പാട്ടാ കുട്ടികളുടെ പാട്ട്. എന്തൊരു ഭീകരതയെ! കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്, ഇല്ലുമിനാട്ടി. പേന കത്തി കൊണ്ട് ആദ്യാക്ഷരം ഹരിശ്രീ കുറിച്ചവനെ നിന്നെ പടച്ചവന് 10ൽ 10 മാർക്ക്. ഈ പാട്ട് പാടിയിട്ട് മിഞ്ഞാന്ന് പൂവച്ചൽ സ്കൂളിൽ +1കാരും +2കാരെ കുത്തി. ആസ്പത്രിയിലുള്ള തമ്മാമ കുത്തി. ഈ പാട്ടാ പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചു. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ടക്കൂത്ത്, ഉന്നം മറന്നൊരു പോക്ക്, ഗുണപാഠങ്ങൾ മതിയാക്ക്, ഇതെൻ പാത എൻ അധികാരം, വഴിതെറ്റാനുമുണ്ടവകാശം, തനി നിറമെടുത്തണിയണ നെഞ്ചേ കാട്ടു തോന്നിയാസം. ആവേശ സിനിമയിലെ പാട്ടാ. ഉണ്ണി മുകുന്ദൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, എൻ്റെ അമ്മേ. അത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തൊരു ഭീകരതയാണമ്മോ, എന്തൊരു ഭീകരതയാണ്. പച്ചച്ചോരയും കഴുത്തറപ്പും കാണാൻ വേണ്ടിയിട്ട് ടാക്കീസിലേക്ക് കുട്ടികൾ അടിച്ചു കയറുന്നു. എന്തോ ഒരു ഭീകരതയുടെ ലക്ഷണമല്ലേ ഇത്? നന്മയുടെ സ്നേഹത്തിന്റെ സിനിമകൾ കാണാൻ ആര് കാണുന്നു? തന്ത വൈബ് എന്ന് പറഞ്ഞ് കുട്ടികൾ തള്ളിക്കളയുന്നു. കൊല്ലുന്നതും ആക്രമിക്കുന്നതും കുത്തിക്കീറുന്നതും കാണാൻ കുട്ടികൾ അടിച്ചു കയറുന്നു. എവിടെയോ നമ്മുടെ അമ്പലങ്ങൾ വളരുന്നു, നമ്മുടെ ഉത്സവങ്ങൾ വളരുന്നു, നമ്മുടെ കുട്ടികളുടെ ഉള്ളിലോ വ്യാഘ്രം വളരുന്നു. മാഷന്മാർ വരെ ജോലി കിട്ടിയ പിന്നെ പുസ്തകം വായിക്കുന്നില്ല. ഈ പുസ്തകങ്ങൾ എന്ന രാമായണവും മഹാഭാരതവും ഭാഗവതവും അഷ്ടാദശ പുരാണങ്ങളിലൂടെയാണ് നമുക്ക് ദൈവത്തെ കിട്ടിയത്. ഈ ദൈവങ്ങളുടെ എല്ലാം തോറ്റങ്ങൾ എഴുതി വെച്ചപ്പോൾ അത് പുസ്തകമാണ്, അത് സാഹിത്യമാണ്. ആ സാഹിത്യമാണ് തെയ്യങ്ങളുടെ അടിത്തറ. തോറ്റത്തെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മൾ തെയ്യം ഇറങ്ങിയാൽ മാത്രമേ കാണുന്നുള്ളൂ തോറ്റം പാട്ടുകൾ. ആ തോറ്റത്തെ പറ്റി അറിയണ്ടേ? അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ, ദൈവവിശ്വാസത്തിന്റെ വികാസത്തിന് ആനുപാതികമായി സംസ്കാരം വളരണം. അങ്ങനെ വളരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വ്യാഘ്രത്തെ അടക്കണം. കാമക്രോധം ലോഭം ദൂർത്തടിക്കുന്നു. മതം അഹന്തയാണ്. ഈ അഹന്ത എവിടുന്ന ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മുടെ വീട്ടിലുള്ള ചർച്ചകൾ എന്താ? വീട്ടിൽ വട്ടത്തിൽ ഇരിക്കാറുണ്ടോ? വട്ടത്തിലിരുന്നിട്ട് എന്താ ചർച്ച? റോഡിലൂടെ ആരാ പോകുന്ന? ബഷീർ മഹാവൃത്തിയോട്ടവനാ. കോയിന്ന കുട്ടി അതിലും മോശ. സെബാസ്റ്റ്യൻ ഒന്നിനും കൊള്ളില്ല. പഞ്ചായത്ത് മെമ്പർ ഒരു ചുക്കിനും കൊള്ളില്ല. പ്രസിഡന്റ് മഹാബദ്ധോ. MLA പോക്കാണ്. മന്ത്രിമാരെല്ലാം പോക്കാണ്. മുഖ്യമന്ത്രി ഭീകരനാണ്. പ്രധാനമന്ത്രി അതിലും ഭീകരനാണ്. ലോകത്തിൽ സകലയാളും മോശ. ഒരാളെ ഉള്ളൂ ലോകത്ത് നല്ല. അതാരാ? ഞാൻ മാത്രം. ഈ ചർച്ചകളാണ് നമ്മുടെ വീടുകളിൽ നിന്ന് കുട്ടികൾക്ക് ഒരു മനോഭാവം ഉണ്ടാക്കുന്നത്. എന്താ അത്? ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല. ഈ മനോഭാവത്തിലേക്ക് നമ്മളെ കുട്ടികൾ പോകുന്നത് കൊണ്ട്, ഈ മനോഭാവം കൊണ്ട് ചൂരൽമലയിലും മുണ്ടക്കയിലുള്ള ഉരുൾപൊട്ടലിൽ 400-ന് മേലെ ആളുകളാണ് മരിച്ചത്.
എന്നാൽ ഈ മനോഭാവം കൊണ്ട് കഴിഞ്ഞ ഒരു കൊല്ലം 1000 ആളുകൾ മരിച്ച ദുരന്തം കേരളത്തിലുണ്ടായ അറിയോ നിങ്ങൾ? ആർക്കും ഓർമ്മയുണ്ടോ? നമുക്കറിയാത്തത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാ ദുരന്തം, ഹോൾസെയിലായിട്ടല്ല. കഴിഞ്ഞ ഒരു കൊല്ലം 2024 കേരളത്തിലെ റോഡ് അപകടങ്ങളിൽ മരിച്ചത് 1200 ആളാ. അറിയോ? 1200 ആളുകൾ. എങ്ങനെയാ മരിച്ചത്? വണ്ടീന്റെ ബ്രേക്ക് ഫെയിലായിട്ടല്ല, നല്ല ബ്രേക്കായി ഇപ്പോൾ വണ്ടിക്ക്. ഗിയർ സ്റ്റക്കായിട്ടല്ല, ഗിയർ ബോക്സ് സ്റ്റക്കായിട്ടല്ല, ക്ലച്ച് വർക്ക് ചെയ്യായിട്ടല്ല. ഇതിൽ ഓടിക്കുന്ന വണ്ടിയിലെ ഡ്രൈവർമാരുടെ അഹന്തയും അശ്രദ്ധയും കൊണ്ടാണ് ഈ റോഡ് അപകടങ്ങൾ മുഴുവൻ ഉണ്ടായത്. ഈ റോഡ് എൻ്റെ തറവാട്ട് മുതലാ. ഈ അഹന്ത, ഈ മതം പരിഹരിക്കുക. എല്ലാ വണ്ടീൻ്റെ മുമ്പിലും ദൈവമേ കാത്തു രക്ഷിക്കണേ ചിത്രം ഉണ്ടാവും, ബോർഡ് ഉണ്ടാവും. പക്ഷേ ഈ ഡ്രൈവറുടെ ഉള്ളിൽ ദൈവം ഇല്ല. ഓടിക്കുന്നവൻ്റെ ഈ റോഡിൽ എൻ്റെ തറവാടാ എന്ന് പറയുന്നു. നിങ്ങളറിയോ ഈ 1200 ആൾ മരിച്ചതിൽ, അതിൻ്റെ ഞാൻ സ്റ്റാറ്റസ് എടുത്തു നോക്കി, 78 ആൾ മരിക്കാൻ കാരണം എതിരെ വന്ന വണ്ടി ഡിമ്മ് കൊടുക്കാഞ്ഞിട്ട് ഇവൻ കണ്ണ് കാണാഞ്ഞിട്ട് എവിടെയും കൊണ്ട് അടിച്ചിട്ടാ. ഒരു ഡിമ്മ് കൊടുക്കാൻ മനസ്സില്ലാത്ത ഭീകരന്മാരാണ് നമ്മുടെ റോഡിൽ വണ്ടി ഓടിക്കുന്ന ചെറുപ്പക്കാരധികവും. വലിയ LED ബൾബ് പിടിപ്പിച്ചിട്ട് എതിരെ വരുന്നവനെല്ലാം ഭീകരമായി. നമ്മുടെ ജനാധിപത്യം ടോർച്ച് വന്നതോടുകൂടി, ലൈറ്റ് വന്നതോടുകൂടി പോയതറിയോ നിങ്ങൾ? ഈ ഏകാധിപത്യത്തിൻ്റെ വെളിച്ചമാണ് ടോർച്ച്. ജനാധിപത്യത്തിൻ്റെ ഒരു വെളിച്ചം ഉണ്ടായിരുന്നു. ആ വെളിച്ചം ഓലച്ചൂട്ടായിരുന്നു. ഓലച്ചൂട്ടിൻ്റെ പ്രത്യേകത എന്താ? കെട്ടുപോയാൽ ആളിക്കത്തും, ആളിക്കത്തുമ്പോൾ കെട്ടുപോകുന്ന പണ്ടത്തെ കടങ്കഥയുണ്ട്. ഞാനൊരു സ്കൂളിൽ പോയി ചോദിച്ചപ്പോൾ ഓലച്ചൂട്ടുന്ന മറുപടി കുട്ടികൾ ചോദിച്ചു എന്താ സാധനം, അവർ കണ്ടിട്ടില്ല. കെട്ടുപോയാൽ ഓലച്ചൂട്ടിൻ്റെ കെട്ടങ്ങ് പോയാൽ ആളിക്കത്തുമല്ലോ. ആളിക്കത്തുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ കെട്ട് പോകുമല്ലോ. അതാ കെട്ടുപോയാൽ ആളിക്കത്തും, ആളിക്കത്തുമ്പോൾ കെട്ടുപോകും. ഓലച്ചൂട്ടിൻ്റെ പ്രത്യേകത അത് വീശി കത്തിക്കുമ്പോൾ എന്നെയും കാണാം, നിങ്ങളെയും കാണാം. എന്നെയും കാണാം, നിങ്ങളെയും കാണാം. ടോർച്ചിൻ്റെ പ്രത്യേകത എന്നെ മാത്രം കാണൂല, നിങ്ങളെ മാത്രമേ കാണൂ. നിങ്ങളുടെ കണ്ണിലേക്ക് അടിക്കും ഞാൻ. അഹന്തയുടെ പ്രതീകമാണ് ടോർച്ച്. അതാണ് നമ്മുടെ കാറിൻ്റെ ലൈറ്റ്. ഈ അഹന്ത അടക്കാനുള്ള മനസ്സില്ലാത്ത കൊണ്ട് ഡിമ്മ് കൊടുക്കാത്തത്, മനസ്സിലായോ? ആ ഡിമ്മ് കൊടുക്കാത്ത കൊണ്ട് 87 ആൾ മരിച്ചു, 87 ആളെ കൊന്നു ഈ അഹന്ത കൊണ്ട്. ഈ ദൈവവിശ്വാസം വളരുമ്പോൾ അഹന്ത തടയണ്ടേ? മതം തടയണം. കാമക്രോധ ലോഭ മോഹം, കണ്ടതെല്ലാം എനിക്ക് വേണം. നമ്മൾ ചെലവഴിക്കുന്നത് മുഴുവൻ നമ്മുടെ ആവശ്യത്തിനല്ലല്ലോ. നമ്മുടെ ആവശ്യത്തിനാണോ ചെലവഴിക്കുന്നത്? നമ്മൾ ടൗണിൽ സാധനം വാങ്ങാൻ പോകുന്നത് ഒരു സാധനം വീട്ടിലില്ല, അത് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടല്ല. വെറുതെ ഷോപ്പിങ്ങിന് പോവുക. ആടെ കണ്ടിട്ട് നമ്മളെ മോഹിപ്പിക്കും, എന്നിട്ട് നമ്മൾ വാങ്ങുക. എന്നല്ലാതെ ഇന്നത് വേണമെന്ന് വിചാരിച്ചിട്ടല്ല ഷോപ്പിങ്ങിന് പോകുന്നത്. അവന് കാറുണ്ട്, എനിക്ക് ബൈക്കേ ഉള്ളൂ, അപ്പോൾ എനിക്ക് കാറ് വേണം. ഞാൻ കാറ് വാങ്ങുമ്പോൾക്ക് അവൻ്റെ കാർ 5 ആൾ പോകുന്ന 7 ആൾ പോകുന്ന കാറായി, അപ്പോൾ എനിക്ക് ഇന്നോവ വേണം. അവൻ ഇന്നോവ വാങ്ങുമ്പോൾക്ക്, ഞാൻ ഇന്നോവ വാങ്ങുമ്പോൾക്ക് അവൻ ഇലക്ട്രിക് കാറാക്കി, എനിക്ക് ഇലക്ട്രിക് വേണം. മോഹമാണ്. ഈ മോഹം ഇത്ര മനോഹരമായിട്ട് ജ്ഞാനപ്പാനയിൽ നമ്മൾ മോഹത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആശയാകുന്ന പാശമതിങ്കേന്ന് വേർപിടാതെ കരയേറുന്നു മേൽക്കുമേൽ, എന്നിട്ടോ ചത്തുപോകുന്നു പാവം. ഉണ്ണിയുണ്ടായിട്ട് അതിലൊരു ഉണ്ണി ഉണ്ടാകണമെന്ന് മോഹിച്ചിട്ടെങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം. ശിവശിവ അല്ലേ? 10 കിട്ടുകിൽ 100 മതിയെന്നും, ശതമാകിൽ 1000 മതിയെന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുധമാകിൽ ആശ്ചര്യമെന്നതും. ആശയായുള്ള പാശം, അതിൻ്റെ പിറകെ പോവുക. നമ്മൾ മറന്നു പോവുക. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു സത്തുള്ളത് കൊണ്ടാണ് നിൽക്കുന്നത്. ഈ സത്തിനെ പുഷ്ടിപ്പെടുത്താൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്താ ഈ സത്ത്? ഉള്ളിലൊരു സത്തുണ്ടല്ലോ. ഈ സത്തില്ലെങ്കിൽ നമ്മൾ ആരും കൂടെ വന്നിരിക്കുമോ? ഇപ്പോൾ ഘോഷയാത്രക്ക് പുറപ്പെടാൻ വേണ്ടി എല്ലാം കുളിച്ച് റെഡിയായി നിന്നേരോ ഒരാളങ്ങ് പോയി, ആൾ മരിച്ചുപോയി. അപ്പോൾ ഏതായാലും പുറപ്പെട്ടല്ലേ, നമുക്ക് കസേരമേൽ എടുത്തിട്ട് ആടെ കൊണ്ടേ വെക്കാൻ ഇങ്ങോട്ട് കയറ്റുമോ? ഇല്ല. ഈ സത്തുള്ളത് കൊണ്ടാണ് നമ്മുടെ ഈ ശരീരത്തിൽ, ഈ ശരീരം അസത്താ. 100 കൊല്ലം കഴിഞ്ഞാൽ ഇടിയിരിക്കുന്ന ആളെല്ലാം തലയടി ഉണ്ടാവും. 100 കൊല്ലം കഴിഞ്ഞാൽ എല്ലാവരും തലയടി ഉണ്ടാവും. ഇടിയൊന്നും ആർക്കറിയല്ലേ? തിലകം ചാർത്തി ചികിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ, ഉലകം വെല്ലാനുഴറിയ നീയും വില പിടിയാതൊരു തലയോടാവൂലേ?
ഈ സത്യമറിയാനുള്ളൊരു വിദ്യാലയത്തിൽ പഠിക്കാനാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അമ്പലം ആത്മവിദ്യാലയമേ. ആ വിദ്യാലയത്തിൽ പോകാനുള്ള സ്കൂൾ ബസ് ഏതാ? മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ. മനസ്സുകൊണ്ട് യാത്ര ചെയ്യൂ, ശരീരം കൊണ്ട് യാത്ര ചെയ്താൽ പോരാ. ആ സത്തിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ആ തലയിലെ മുടിക്ക് സൗന്ദര്യം. തലയിലെ മുടിയെ വർണ്ണിച്ചുകൊണ്ട് തിക്കുറിശി എഴുതിയൊരു സിനിമാ പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? കാർ കൂന്തൽ കെട്ടിനെന്തിനു വാസന തൈലം, നിന്റെ വാർ നെറ്റിത്തടത്തിനെന്തിനു സിന്ദൂരത്തിലകം. ഭാര്യൻ്റെ മുടി നിനക്ക് അതിന് കോയലൊന്നും പറ്റണ്ട, നല്ല മുയിങ്ങുമണമൊന്നുമില്ല, നല്ല സുഗന്ധം ഉണ്ടമ്മാന്ന്. ഭാര്യക്കത് കേട്ടപ്പോൾ പെണ്ണുങ്ങൾക്ക് ഉണ്ടാക്കിയ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ടെന്നും തലയിലെ മുടി നല്ല സ്റ്റൈലുണ്ടെന്നും കേട്ടാൽ പിന്നെന്താ വേണ്ട, സ്പെഷ്യൽ ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു ഭർത്താവിന്. ഭർത്താവ് അത് ടേസ്റ്റോടെ ഭാര്യ തിന്നുമ്പോൾ നേരത്തെ വർണ്ണിച്ചതാ ഒന്ന് ഈ ബിരിയാണിന്ന് വലിയെന്ന്. അതെടുത്തിട്ട് കാർ കൂന്തൽ കെട്ടിനെന്തിനെന്ന് പറയോ? ഈ സത്തിൽ നിന്ന് വേർപെട്ടാൽ ഇത് അസത്താണ്. നമ്മൾ ഓമനിച്ച് വളർത്തിയ നഖം മുറിച്ചു മാറ്റിയിട്ട് ആരെങ്കിലും സൂക്ഷിച്ചു വെക്കാറുണ്ടോ? അസത്താണ് മുറിച്ചു മാറ്റിയാൽ. വായക്കകത്തുള്ള ഉമിനീര് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ചവച്ചരച്ച് വയറ്റിലേക്ക് വിഴുകുന്ന പുണ്യജലമാ. പക്ഷെ വായക്ക് പുറത്തു വന്നാൽ അത് അസത്താണ്. ഉള്ളിലൊരു സത്തുണ്ട്, ആ സത്തിനാണ് പ്രാധാന്യം. ആ സത്ത് പോയാൽ തീർന്നു. ഇത് തമിഴന്മാർക്കറിയാം, മലയാളിക്കറിയില്ല. അതുകൊണ്ട് അവർ മരിച്ചുപോയി എന്നതിന് തമിഴന്മാറി പറയും, ഓ കടവുളേ സത്ത് പോയാച്ച്, സത്ത് പോയാച്ച് എന്ന് പറയും. അവരതാ സത്ത്, നമ്മളത് ചത്തുപോയി എന്നാക്കി. അതാ പറ്റിയേ. യഥാർത്ഥത്തിൽ സത്ത് പോയി. ആ സത്തിലേക്കുള്ള പ്രയാണം അതാണ് അസതോമാ സദ്ഗമയ. പിടികിട്ടിയോ? ഉള്ളിലുള്ള വെളിച്ചം നിറക്കൂ. മതം മത്സര്യം, മറ്റവനേക്കാൾ കൂടുതൽ വേണമെന്ന മത്സര്യം. ഈ കാമക്രോധ ലോപമോഹ മത മത്സര്യങ്ങളാണ് നമ്മുടെ അസത്തിലേക്ക്, നമ്മളെ സത്തിൽ നിന്ന് അസത്തിലേക്ക് നയിക്കുന്നത്. ഭാരത തത്വശാസ്ത്രം പറഞ്ഞത് അസതോമാ സദ്ഗമയ, അസത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള. ഉള്ളിൽ വെളിച്ചം നിറക്കൂ. ഭാരതത്തിൽ ആദ്യത്തെ പ്രാർത്ഥന എന്താ? പ്രാർത്ഥന ദൈവമേ എനിക്കൊരുപാട് സ്ഥലം വേണേ, എനിക്ക് ലോട്ടറി അടിപ്പിക്കണമെന്നൊന്നും അല്ല. ഭാരതത്തിൽ ആദ്യം പ്രാർത്ഥിച്ചത് ആരെയാണെന്നറിയാവോ? ആ പ്രാർത്ഥനയുടെ കാലത്ത് വിഷ്ണു ഇല്ല, ശിവനില്ല, ഈ ദൈവങ്ങളൊന്നുമില്ല. വേദങ്ങളുടെ മൂലമന്ത്രം സൂര്യനെന്നൊറ്റ ദൈവമാണ്, സൂര്യഗായത്രിയാണ് ആദ്യത്തെ പ്രാർത്ഥന. ആദ്യത്തെ പ്രാർത്ഥന. അതിനെക്കുറിച്ച് ഒരു സിനിമാ ഗാനം ഉണ്ടല്ലോ സൂര്യഗായത്രിയെ കുറിച്ചിട്ട്. മനസ്സാകുന്ന പത്മതീർത്ഥത്തെ ഉണർത്താൻ പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ, അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർഘ്യം നൽകൂ, ഗന്ധർവസ്വര ഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. ഓം സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. എന്താ ഇതിന്റെ അർത്ഥം? ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി. ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും ഈ പ്രകാശത്തെ നിങ്ങൾ വീട്ടിൽ കാണാറുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ പൂജാമുറി ഉണ്ടാകും. 250 ഉറുപ്പ്യക്ക് റോഡ് സൈഡിൽ നിന്ന് വെച്ചുണ്ടാക്കിയ ഗണപതിനെയും ശ്രീകൃഷ്ണനെയും കൊണ്ട് ആത്തു വെച്ചിട്ടുണ്ടാവും. അവിടെ പൂജ നടത്തും. പക്ഷെ യഥാർത്ഥ സൂര്യൻ പുറത്തുണ്ട്, യഥാർത്ഥ ദൈവം പുറത്ത് എഴുന്നള്ളുമ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. വാതിൽ അടച്ചു കൂട്ടിയിരിക്കുന്നു. വാതിൽ തുറക്കുമോ? രാവിലെ എഴുന്നേറ്റിട്ട് ഈ പ്രഭാതത്തെ സ്വീകരിക്കുമോ? 3 പ്രാക്കളെ കണി കാണുമോ? നമ്മളെ കുട്ടികൾ ക്ലോസറ്റല്ലേ കണി കാണുന്നത്? വാതിൽ തുറന്നിട്ട് 3 പ്രാക്കളെ കണി കാണണ്ടേ? പ്രകാശത്തെയും പ്രഭാതത്തെയും പ്രകൃതിയെയും കാണിക്കാണ്ടേ? അവിടെ മുറ്റത്തിറങ്ങാറുണ്ടോ? ഈ സൂര്യനെ നോക്കാറുണ്ടോ? ആ സൂര്യനോട് പ്രിയതമേ പ്രഭാതമേ, വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾ കുദാരശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ, നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മുട്ടുകൾ, പ്രണയമില്ല പ്രളയമില്ല, പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ എന്നൊരു കവിത അയ്യപ്പ പണിക്കരുടെ ഒരു കവിത ചൊല്ലുവോ? ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല എന്നൊരു പാട്ട് പാടുവോ? മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന പൂക്കളെ കാട്ടിക്കൊടുക്കുവോ? പൂവും ദൈവവും പരസ്പരം അഭേദ്യമായ ബന്ധമുണ്ട്. പൂക്കളിലാണ് ദൈവത്തിൻ്റെ സൗന്ദര്യം. എല്ലാ ദൈവങ്ങൾക്കും ഇഷ്ടം പുഷ്പാർച്ചനയാണ്. എല്ലാ തെയ്യങ്ങൾക്കും പുഷ്പങ്ങൾ വേണം അലങ്കരിക്കാൻ.
പുഷ്പമില്ലാതെ നമുക്ക് ഈശ്വര വിശ്വാസമില്ല. പക്ഷെ പുഷ്പത്തെ നമ്മൾ ആസ്വദിക്കാൻ കുട്ടികളെയും കൂട്ടി പോകാറുണ്ടോ? ആ പുഷ്പത്തിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെ കാണാറുണ്ടോ? മുറ്റത്ത് വളർന്നിരിക്കുന്ന പുൽക്കൊടിത്തുമ്പിന്റെ മൂർധാവിലെ മഞ്ഞുതുള്ളിയിൽ സൂര്യകിരണങ്ങൾ തട്ടുമ്പോൾ ആ മഞ്ഞുതുള്ളികൾ ചുവന്നു വരുന്നത് നോക്കിയിട്ട് അവിടെ ദൈവത്തിന്റെ അത്ഭുതം കാട്ടിക്കൊടുക്കാറുണ്ടോ? ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു, പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു. ഒരു പാട്ട് പാടാറുണ്ടോ? ഇതൊന്നും ഇല്ലാതെ തിന്ന വെക്കുക, വിളമ്പുക, തിന്നുക, ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണിയുണ്ടാക്കുക, വിസർജിക്കുക, ഈ പണി മാത്രം എടുത്ത മനുഷ്യരാവുന്നു നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇല്ല. മനുഷ്യർക്ക് ആർദ്രത വേണം. പ്രകൃതിയും മനുഷ്യനും ദൈവവും പരസ്പര പൂരിതമാണ്. ആ പ്രകൃതിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ദൈവവിശ്വാസം ലോകത്ത് ഈ മലബാറിലെ തെയ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. പ്രകൃതിയോട് ഒത്തുചേരുകയാണ്. ജർമ്മനിയിലെ സൗന്ദര്യശാസ്ത്രത്തെ പറ്റി ഏറ്റവും പ്രഗത്ഭമായ പുസ്തകം എഴുതിയ എഡ്വിൻ റോബർട്ട്, അദ്ദേഹം കെ മാരാരുടെ കൂടെ ഈ മലബാറിലെ തെയ്യങ്ങൾ കാണാൻ വന്നിട്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി ഇവിടെ ഹേഗിൽ വെച്ചിട്ട്. ഞാൻ ഇന്ത്യയിലെ കേരളത്തിലെ തെയ്യങ്ങൾ കാണുന്നതിന് മുമ്പ് ഈ പുസ്തകം എഴുതിയത് കൊണ്ട് എൻ്റെ പുസ്തകം അപൂർണമാണ്. പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് മലബാറിലെ തെയ്യക്കോലങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ ആ കലയാണോ ആസ്വദിക്കുന്നത്? എന്തെല്ലാം കലയുണ്ട് നമ്മുടെ തെയ്യത്തിൽ, എന്തെല്ലാം ഉണ്ട്. സംഗീതമില്ലേ? സംഗീതം തോറ്റം മാത്രമല്ല, ചീനിയില്ലേ, വാദ്യമില്ലേ, ഇല്ലേ, നൃത്തമില്ലേ, താണ്ഡവത്തിൻ്റെ ലാസ്യത്തിൻ്റെ ഭാവങ്ങളില്ലേ, ആ താണ്ഡവവും ലാസ്യവും ചേരുമ്പോൾ താളം ഉണ്ടാവുന്നില്ലേ, ചതുർവിധാഭിനയങ്ങളില്ലേ. ചതുർവിധാഭിനയങ്ങൾ ആംഗികം, വാചികം, ആഹാര്യം, സാത്വികം. ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം, ചതുർവിധാഭിനയങ്ങൾ. ആംഗികം മുദ്രകൾ, എൻ്റെ കാട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈകൊണ്ട് മുദ്രകൾ കാണിക്കുന്നു. മുദ്രകൾ കാണിക്കുന്നില്ലേ? ആംഗികം. വാചികം, അനുഗ്രഹം നേരിട്ട് അനുഗ്രഹം തരുന്ന ഒരു ദൈവം ലോകത്ത് വേറെ ഏതാള്? ബാക്കി ഏത് അമ്പലത്തിലും പള്ളിയിൽ പോയാൽ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, കേട്ടിട്ടുണ്ടാവുമായിരിക്കും, ഉറപ്പില്ല. മറുപടി വരുന്ന കാണുന്ന കാണികൾക്കും കേൾക്കുന്ന കർണത്തിനും ഓമനക്കും സ്തുതിക്കും ഒക്കെയായി കുട്ടിച്ചാത്ത കൂടെ ഉണ്ടാട്ടോ എന്ന് മറുപടി തരുന്ന ഒരു ദൈവം ലോകത്ത് വേറെ എവിടെയുണ്ട്? വാചികമുണ്ട്, സാത്വിക മുഖഭാവങ്ങളുടെ അഭിനയം. ഞങ്ങളുടെ നാട്ടിൽ അണ്ടലൂർക്കാവിലെ ഉത്സവത്തിന് ബപ്പൂരൻ തെയ്യം കണ്ടിട്ടുണ്ടോ? ബാലി തെയ്യം. രാമനോടുള്ള ചോദ്യം ചെയ്യൽ മുഴുവൻ മുഖഭാവങ്ങൾ കൊണ്ട് അഭിനയിക്കുന്നത് അത്ഭുതമാണത്. അത്ഭുതമാണ്. എന്തിനാ രാമ എന്നെ കൊന്നത് എന്ന ചോദ്യമുണ്ട്. അതാണ് സാത്വിക മുഖഭാവങ്ങൾ. അടുത്തത് ആഹാര്യം. തെയ്യത്തിൻ്റെ ആഹാര്യം എന്താ? വേഷഭൂഷാദികൾ. അതിനേക്കാൾ കവച്ചു വെക്കാൻ ലോകത്തൊരു കലയ്ക്കും കഴിയില്ല. എത്ര മോഡൽ ശാരീരിക ഈ ആഭരണങ്ങളാണ്, എത്ര അണിയലുകളാണ്, എന്തെല്ലാം നല്ല കൊരലാരങ്ങളാണ്. കൊരലാരറിയാവോ? കൊരലെന്ന് പറഞ്ഞാൽ വേളയും കൊരലും. കൊരലെന്ന് പറഞ്ഞാൽ ഈ കഴുത്ത്. ഇവിടെ താഴ്ത്തുന്ന കൊരലാരം കേട്ടിട്ടുണ്ടോ? മഴമുകിലുളിവർണ്ണൻ ഗോപാലകൃഷ്ണൻ കുടമുല്ല കൊണ്ടൊരു കൊരലാരം കെട്ടി, കൊരലാരം കെട്ടി. മനസ്സിലായോ? മിന്നും പൊന്നിൻ കിരീടം, തരിവള, കടകം, കാഞ്ചി പൂഞ്ചേലയൊക്കെ വിഷ്ണുവിനല്ല, നമ്മുടെ തെയ്യങ്ങൾക്കാണ്. അതിൻ്റെ ചിത്രം മുഖത്ത്. തെയ്യം കെട്ടുന്നത് വരെ പണിക്കറി അല്ലെങ്കിൽ കെട്ടുന്ന ആള് കോലധാരി പ്രായമായിട്ട് കവിളൽ ഒട്ടിയിട്ട് പുകയൽ തണ്ട് പോലുള്ള മനുഷ്യനായിരിക്കും. പക്ഷേ ഇത് വരച്ചിട്ട് ഇറങ്ങുമ്പോഴേക്ക് എന്തൊരു സൗന്ദര്യമാണ്. അത് മുഖത്തിലെ ചിത്രമെഴുത്തിൻ്റെ സൗന്ദര്യമാണ്, ചിത്രമെഴുത്തിൻ്റെ സൗന്ദര്യമാണ്. അപ്പൊ എത്ര കലയാണ്! ഈ കലകളുടെ സമന്വയ കേന്ദ്രമല്ലേ? ഇതിലൂടെ നിങ്ങൾ ആർജിക്കേണ്ട കഴിവെന്താണ്? കലയിലൂടെ ആർദ്രത. ഹൃദയം ദ്രവീകരിക്കണം, ആർദ്രതയുണ്ടാവണം. ഇറച്ചി കാണുമ്പം, മീന് കാണുമ്പം, തിന്നാനുള്ള സാധനം കാണുമ്പം, ബേക്കറി കാണുമ്പം മാത്രം താല്പര്യവും, പൂവിനെ കാണുമ്പം, പൂമ്പാറ്റയെ കാണുമ്പോൾ, പുഴയെ കാണുമ്പോൾ ഒരു താല്പര്യവും ഇല്ലാത്ത പുതിയ കുട്ടികൾ ടൂർ പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ? വഴിയോര കാഴ്ചകൾ ഒന്നും നോക്കൂല, ബസ്സൊന്ന് തുള്ളുക, എന്നിട്ട് തിന്നാൻ എന്താ കിട്ടുക നോക്കുക. ഒരൊറ്റ എണ്ണം വഴിയോര കാഴ്ച കാണുന്നില്ല. ആർദ്രത കുറഞ്ഞ പ്രശ്നം. ആർദ്രതയാ ഇല്ല. അതുകൊണ്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഈ കാവുകൾ, ഇത്രയും കാവുകളുള്ള നാട്ടിൽ പ്രകൃതിയോട് പ്രളയജലത്തിൽ ഉയർന്നു വന്ന 3 പ്രതിഭാസങ്ങളുണ്ട്. ആ പ്രതിഭാസങ്ങൾ ഉപനിഷത്ത് സങ്കല്പമാണ്.
അതിനെ കൂട്ടിച്ചേർക്കുന്നതാണ് പ്രകൃതിയും ഈശ്വരനും മനുഷ്യനും. പുലിയും ദൈവവും മനുഷ്യനും ചേരുന്നതാണ് ഈ കാവ്. പ്രളയപയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയും ഈശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. കേട്ടില്ലേ? പ്രകൃതിയും ഈശ്വരനും മനുഷ്യനും കാലത്തിന്റെ പ്രതിരൂപങ്ങളാണ്. ഇതിനെ മൂന്നിനെയും കൂട്ടിച്ചേർക്കുമ്പോഴാണ് മാനവികത ഉയരുന്നത്, മനുഷ്യത്വം ഉയരുന്നത്. അതാണ് ഈ കാവുകൾ നമ്മളോട് പറയുന്നത്. ഈ പുലിയന്നൂർ കാവുകൾ, പുലിത്തെയ്യങ്ങൾ, ഭൂതം കഴിഞ്ഞുപോയ കാലഘട്ടം. ഭൂതം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലഘട്ടം. ജാനുസ് ദേവതയുടെ തല പിറകോട്ട് പോകുന്നു. എവിടെ നിന്നോ വന്നു ഞാൻ എന്നറിയുന്നവർക്ക് എവിടേക്കോ പോണു ഞാൻ എന്ന തിരിച്ചറിവുണ്ടാവും.